അയൽവാസിയായ ചെറുപ്പക്കാരനോട് ഒരു 17കാരിക്ക് തോന്നിയ പ്രണയം. പ്രായത്തിന്റെ ചോരത്തിളപ്പിൽ വീട്ടുകാരുടെ എതിർപ്പിനെ വകവയ്ക്കാതെ 18ാം വയസ്സിൽ അയാൾക്കൊപ്പം അവൾ ഇറങ്ങിപ്പോയി. 5 വർഷങ്ങൾക്കിപ്പുറം നാട് കേൾക്കുന്നത് അതിക്രൂരമായി അവളെ ഭർത്താവ് കൊലപ്പെടുത്തി എന്ന വാർത്തയാണ്. ഈങ്ങാപ്പുഴയിൽ 21കാരിയെ ഭർത്താവ് കുത്തിക്കൊലപ്പെടുത്തിയ കേസ് വെറുതെ അങ്ങ് പറഞ്ഞു പോകാനാകില്ല. അതിൽ ഭർത്താവിൽ നിന്ന് അവൾ നേരിട്ട മനസ്സ് മരവിപ്പിക്കുന്ന ക്രൂരതയുടെ വെളിപ്പെടുത്തലുകളുണ്ട്. ചെറുപ്രായത്തിൽ പറക്കമുറ്റാത്ത കുഞ്ഞിനെ ഒക്കത്ത് വെച്ച് സഹിച്ച വേദനയുടെ കഥകളുണ്ട്. പറയാനും കേൾക്കാനും മനക്കെട്ടി ഏറെ വേണ്ട ആ കേസിന്റെ ഉള്ളറകൾ പരിശോധിക്കുകയാണ് ഇന്ന് ജനറൽ ഡയറി. സ്വാഗതം. കോഴിക്കോട് കക്കാടുള്ള നക്കലമ്പാട് എന്ന ചെറിയ ഗ്രാമം. ഇവിടെ അബ്ദുറഹിമാന്റെയും ഹസീനയുടെയും ഇളയ മകൾ ഷിബിലയുടെ നിക്കാഹ് നടക്കുകയാണ്. അയൽവാസിയായ യാസർ എന്ന യുവാവുമായി ഷിബിലയ്ക്ക് പ്രണയമുണ്ടായിരുന്നതായി വീട്ടുകാർക്കറിയാം. അവന്റെ സ്വഭാവം നന്നായി അറിയാവുന്നതിനാൽ കാല് പിടിച്ചു പറഞ്ഞ് മനസ്സ് മാറ്റിയിരിക്കുകയാണ് അബ്ദുറഹ്മാനും ഹസീനയും. യാസറുമായി എല്ലാ ബന്ധവും നിർത്തിയെന്ന് ഷിബിലയും അറിയിച്ചതാണ്. അതിനാൽ കേമമായി തന്നെയാണ് നിക്കാഹ്. നിക്കാഹ് കഴിഞ്ഞു, ആളൊക്കെ പിരിഞ്ഞു, എല്ലാം പഴയപടിയായി. പക്ഷെ ദിവസങ്ങൾക്ക് ശേഷം ഒരു രാത്രി ഷിബിലയെ കാണാതായി, കൂടെ യാസറിനെയും. യാസറിനൊപ്പം വിവാഹം നടക്കില്ല എന്ന വീട്ടുകാരുടെ വാശി തൽക്കാലത്തേക്ക് ശമിപ്പിക്കാൻ ഷിബില കണ്ടെത്തിയ ഒരു വഴിയായിരുന്നു നിക്കാഹ്. നാട്ടിലൊട്ടുക്ക് ചീത്തപ്പേരുണ്ടായിട്ടും യാസർ തന്നെ മതിയെന്ന് ഉറപ്പിച്ച് അവൾ വീട് വിട്ടു. യാസറിനെ വിട്ട് ഷിബിലയെ തിരികെ കൊണ്ടുവരാൻ അബ്ദുറഹിമാനും ഹസീനയും പഠിച്ച പണി 18ഉം നോക്കിയിട്ടും ഷിബില വഴങ്ങിയില്ല. യാസറിനൊപ്പമല്ലാതെ എങ്ങോട്ടേക്കുമില്ല എന്ന വാശി. ഒടുവിൽ കോടതിയിൽ വെച്ച് യാസറിന്റെ കൈ പിടിച്ച് ഷിബില ഇറങ്ങി അവന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിലേക്ക്. യാസറിന്റെ വീട്ടിൽ ഷിബിലയെ കാത്തിരുന്നത് ദൗർഭാഗ്യങ്ങളുടെ കുത്തൊഴുക്കായിരുന്നു. ലഹരിക്കടിമയായ യാസർ നിർദാക്ഷിണ്യം അവളെ മർദ്ദനത്തിനിരയാക്കി. പ്രണയം പോയിട്ട് കരുണ പോലും പറ്റിയ പെരുമാറ്റം. ലഹരിയും മദ്യവും പതിവാണ് യാസറിന്. ഉള്ള പണവും ഷിബിലയുടെ സ്വർണവും തൂർത്തടിക്കും. ഓരോ ദിവസവും ഷിബിലയെ മർദ്ദിക്കാൻ ഓരോ കാരണങ്ങളാവും യാസറിനുണ്ടാവുക. 3 വയസ്സുള്ള കുഞ്ഞുണ്ടായിട്ട് പോലും ഷിബിലയെ സംശയമാണ്. ഷിബില ഉറങ്ങുമ്പോൾ മുറിക്ക് പുറത്ത് വന്ന് മിണ്ടാതെ നിൽക്കും. ഫോൺ ഉപയോഗിക്കുന്നുണ്ടോ എന്ന് നോക്കും. എന്തിനും ഏതിനും ദേഷ്യം. ഒരു തവണ ദേഷ്യപ്പെട്ട് തനിക്കും കുഞ്ഞിനുമുള്ള ചോറ് യാസർ എടുത്തെറിഞ്ഞെന്ന് ഷിബില പറഞ്ഞതായി ബന്ധുക്കൾ പറയുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ് 2 വർഷത്തോളം വീട്ടുകാരുമായി യാതൊരു ബന്ധവും സൂക്ഷിച്ചിരുന്നില്ല ഷിബില. പക്ഷേ കുഞ്ഞുണ്ടായതിൽ പിന്നെ വീട്ടുകാരുമായി അടുത്തു. ആ നാളുകളിലാണ് യാസർ തന്നോട് ചെയ്യുന്ന ക്രൂരതകൾ ഷിബില അച്ഛനമ്മമാരെയും സഹോദരിയെയും അറിയിച്ചത്. ഷിബിലയ്ക്കും കുഞ്ഞിനും ഇടാനുള്ള തുണികളൊക്കെ കുറവായിരുന്നെന്ന് ഓർക്കുന്നുണ്ട് സഹോദരി. ഇടയ്ക്ക് കുഞ്ഞിന്റെ പിറന്നാൾ ഇവർ ആഘോഷിച്ചതിൽ ദേഷ്യം പിടിച്ച് കുഞ്ഞിന്റെ ഉടുപ്പുകളൊക്കെ അടിവാരത്ത് കൂട്ടിയിട്ട് യാസർ കത്തിച്ചു. അങ്ങനെയാണ് യാസറിന്റെ സ്വഭാവം. പെട്ടെന്ന് ദേഷ്യം പിടിക്കും, അത് ഷിബിലയുടെ ദേഹത്ത് തീർക്കും. ദേഹോപദ്രവം കൂടാതെ യാസറിന്റെ ക്രൂരമായ ലൈംഗിക വൈകൃതത്തിന് വിരയായിരുന്നു യുവതി. ഒരു സാമൂഹിക പ്രവർത്തകയോടാണ് ഷിബില ഇത് കരഞ്ഞു പറഞ്ഞത്. രാത്രി 2 മണിക്കൊക്കെ കുടിച്ച് ലെക്ക് കെട്ടാവും യാസർ വീട്ടിൽ വരിക. പിന്നെ ഷിബിലയോടാണ് പരാക്രമം. അതിക്രൂരമായി തന്റെ ലൈംഗിക ആസക്തി ഷിബിലയ്ക്ക് മേൽ അയാൾ തീർക്കും. പ്രണയവിവാഹമായതുകൊണ്ടും വീട്ടുകാർ ബന്ധത്തെ എതിർത്തിരുന്നത് കൊണ്ടും ബന്ധം തുടരുക എന്നത് തന്റെ ചുമതലയായി കണ്ടു കാണണം ഷിബില. പക്ഷെ 3 വർഷമായി യാസർ വഴക്കുണ്ടാക്കുമ്പോഴൊക്കെ സ്വന്തം വീട്ടിലാണ് ഷിബില അഭയം തേടിയിരുന്നത്. പിണങ്ങി വീട്ടിൽ വന്നു നിന്നാൽ യാസർ വന്ന് കാല് പിടിച്ച് തിരിച്ചു കൊണ്ടുപോകും. ഇനി അങ്ങനെയൊന്നും ഉണ്ടാകില്ല എന്ന് അബ്ദുറഹ്മാന് ഉറപ്പു നൽകും. എനിക്ക് നീയില്ലാതെ പറ്റില്ല എന്ന യാസറിന്റെ വാക്കുകളിലാണ് ഷിബില വീണിരുന്നത്. അയാളുടെ വാക്ക് വിശ്വസിച്ച് ഒന്നും പറയാതെ ഷിബില പിറകെ ചെല്ലും. വീട്ടിലെത്തിയാൽ വീണ്ടും മർദ്ദനം. പക്ഷെ കുറച്ചു നാളുകൾക്ക് മുൻപ് യാസറിന്റെ ശല്യം സഹിക്കാതായതോടെ ഷിബില ബന്ധമൊഴിയാൻ തീരുമാനിച്ചു. മകളെയും കൂട്ടി സ്വന്തം വീട്ടിലേക്ക് വന്നു. എന്തെങ്കിലും ജോലി തരപ്പെടുത്തി മകളെ ഒറ്റയ്ക്ക് നോക്കാനായിരുന്നു ഷിബിലയുടെ തീരുമാനം. ഇങ്ങനെ ഒരു തുണിക്കടയിൽ ജോലിയും തരപ്പെടുത്തിയതാണ്. പക്ഷെ ജോലിക്ക് പോകാൻ തുടങ്ങിയതിന്റെ 3ാം ദിവസം ഷിബിലെ യാസർ കൊലപ്പെടുത്തി. മാർച്ച് 19 അന്നൊരു ബുധനാഴ്ചയായിരുന്നു. കക്കാട്ട വീട്ടിലാണ് ഷിബില അന്നുണ്ടായിരുന്നത്. വൈകുന്നേരം പെട്ടെന്ന് ഒരു കാറുമായി യാസർ വീട്ടിലേക്ക് വന്നു. നോമ്പ് തുറക്കുന്ന സമയമായിരുന്നു അത്. യാസറും ഷിബിലയും തമ്മിലുള്ള പ്രശ്നം റമദാൻ കഴിഞ്ഞ് തീർപ്പാക്കാമെന്ന് പള്ളി കമ്മിറ്റിയും വീട്ടുകാരും ഒക്കെ തീരുമാനിച്ചിരിക്കുന്ന സമയമാണ്. ഇത്തവണയും എന്തെങ്കിലും ഒഴിവുകഴിവ് പറഞ്ഞ് ഷിബിലയെ കൂട്ടിക്കൊണ്ടു പോകാനായിരിക്കുമെന്ന് കരുതി അബ്ദുറഹ്മാൻ. വീടിന് തൊട്ടടുത്ത് ഒരു കടയിട്ടിരിക്കുകയാണ് ഇദ്ദേഹം. യാസർ വരുന്നുവെന്ന് ഇദ്ദേഹം ഷിബിലയും ഹസീനയും വിളിച്ചു പറഞ്ഞു. മകളുമായി ഷിബിലയും ഹസീനയും ഇറങ്ങി വന്നതും മകളെ ഒരു ഫോണും കൊടുത്ത് അകത്തേക്ക് യാസർ പറഞ്ഞയച്ചു. പൊടുന്നനെ ഒറ്റത്തള്ളിൽ ഷിബിലയെ അയാൾ താഴേക്ക് വീഴ്ത്തി. ശേഷം കയ്യിൽ കരുതിയിരുന്ന കത്തി വെച്ച് കഴുത്തിൽ ഒറ്റ കുത്ത്. ഞെട്ടിത്തെറിച്ചിരുന്ന ഹസീന പൊടുന്നനെ സ്വബോധം വീണ്ടെടുത്ത് യാസറിനെ പിടിച്ചു മാറ്റാഞ്ഞാഞ്ഞു. താഴേക്ക് വീണ അവരെയും കുത്തി യാസർ. നിലവിളി കേട്ട് ഓടിയെത്തിയ അബ്ദുറഹ്മാനെ വെറുതെ വിട്ടില്ല. ഇരുവരെയും കുത്തി വീഴ്ത്തിയ ശേഷം 2 കത്തികൾ ഉപയോഗിച്ച് ഷിബിലയെ തുടരെ അയാൾ കുത്തി 11 തവണ. ഷിബിലയുടെ ജീവനെടുത്തത് ആ 11 കുത്തുകളായിരുന്നു. സംഭവത്തിനു ശേഷം കാറുമെടുത്ത് പാഞ്ഞ യാസറിനെ പിറ്റേ ദിവസം പുലർച്ചെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് നിന്നാണ് പോലീസ് കണ്ടെത്തുന്നത്. സംഭവത്തിനു ശേഷം ഷിബിലയുടെ ബോഡി കൊണ്ടുവന്നതും അബ്ദുറഹ്മാനെ ചികിത്സയ്ക്കെത്തിച്ചതും ഇവിടെയായിരുന്നു.
ഇവിടെ തന്നെ കാറുമായി കാത്തിരുന്നതിന് പിന്നിൽ അബ്ദുറഹ്മാനെ വകവരുത്താനുള്ള യാസിറിന്റെ പദ്ധതിയായിരുന്നോ എന്ന് സംശയം ഉന്നയിച്ചിരുന്നു പോലീസ്. പക്ഷേ തന്റെ കൂടെ വരാത്തതിലുള്ള വൈരാഗ്യത്തിലാണ് ഷിബിലെ കൊന്നത് എന്നതായിരുന്നു യാസിറിന്റെ മൊഴി. ഇത് തടയാനെത്തിയപ്പോൾ അബ്ദുറഹ്മാനെയും ആക്രമിക്കുകയായിരുന്നു. ഏറെ നാളുകളായി ലഹരിക്കടിമയായിരുന്നു യാസിർ എന്നാണ് നാട്ടുകാർ പറയുന്നത്. താമരശ്ശേരിയിൽ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ ആഷിഖ് യാസിറിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു. ആഷിഖിന്റെ സംഭവം അറിഞ്ഞതിൽ പിന്നെ തന്നെ യാസിർ കൊല്ലുമെന്ന പേടിയുണ്ടായിരുന്നു ഷിബിലയ്ക്ക്. ഇത് ചൂണ്ടിക്കാട്ടി യാസിറിനെതിരെ ഷിബില താമരശ്ശേരി പോലീസിൽ പരാതിയും നൽകിയിരുന്നു. എന്നാൽ പോലീസ് യാസിറിനെ താക്കീത് ചെയ്ത് വിടുക മാത്രമാണ് ഉണ്ടായത്. പരാതി നൽകി 2 ആഴ്ചക്കിടെ യാസിർ ഷിബിലയുടെ ജീവൻ എടുക്കുകയും ചെയ്തു. ഷിബിലയുടെ പരാതി വേണ്ട വിധം കൈകാര്യം ചെയ്തതെന്ന് ചൂണ്ടിക്കാട്ടി താമരശ്ശേരി പോലീസ് സ്റ്റേഷനിലെ ഗ്രേഡ് SI നൌഷാദിനെ നേരത്തെ കണ്ണൂർ റേഞ്ച് DIG സസ്പെൻഡ് ചെയ്തിരുന്നു. എന്നാൽ ഈ നടപടി പിന്നീട് പിൻവലിച്ചു. കേസിൽ പോലീസിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും സ്വമേധയാ കേസെടുത്തിരുന്നു. പോലീസിന് നൽകിയ പരാതിയിൽ തന്റെ SSLC സർട്ടിഫിക്കറ്റും ഡ്രസ്സും യാസിറിനൊപ്പം താമസിച്ച വീട്ടിൽ നിന്നും എടുക്കണമെന്ന് ഷിബില ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ യാസിർ ഇത് നൽകിയില്ല എന്ന് മാത്രമല്ല, ഡ്രസ്സ് കൂട്ടിയിട്ട് കത്തിച്ച് ആ വീഡിയോ വാട്സാപ്പ് സ്റ്റാറ്റസുമാക്കി. കൊലപാതകം നടന്ന ദിവസം യാസിർ വീട്ടിലേക്ക് വന്നത് സർട്ടിഫിക്കറ്റുകൾ തിരിച്ചു തരാനാണെന്നാണ് ഷിബിലയും കുടുംബവും കരുതിയത്. പക്ഷേ തികച്ചും അപ്രതീക്ഷിതമായിരുന്നു യാസിറിന്റെ ആക്രമണം. നിലവിൽ കൊലപാതക കുറ്റം മാത്രമാണ് പോലീസ് യാസിറിനെതിരെ ചുമത്തിയിരിക്കുന്നത്. ബന്ധുക്കളുടെ അടക്കം മൊഴിയെടുപ്പും തെളിവെടുപ്പും പൂർത്തിയാകുന്നതോടെ കൂടുതൽ വകുപ്പുകൾ ചുമത്തപ്പെട്ടേക്കാം. ഷിബിലയെ പ്രണയിച്ചു തുടങ്ങുന്നതിനും എത്രയോ മുൻപ് ലഹരിയെ കൂട്ടുപിടിച്ചതാണ് യാസിർ. സ്കൂൾ പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നതിനടക്കം പലതവണ യാസിറിനെ പൊക്കിയിട്ടുണ്ട് നാട്ടുകാർ. പക്ഷേ കോടതിയിൽ നിന്ന് തന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയ ആ കൈ തന്റെ ജീവനെടുക്കുമെന്ന് ഷിബില കരുതി കാണില്ല. കൊല്ലുമെന്ന പേടി ഉണ്ടായിരുന്നെങ്കിലും യാസിർ അത് ചെയ്യില്ല എന്ന വിശ്വാസം അവൾക്കുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടായിരിക്കണമല്ലോ അവൻ വന്നു എന്ന് കേട്ടപ്പോഴേ അന്ന് അവൾ ഇറങ്ങിച്ചെന്നതും.